നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടമാണ് അധ്യാപകരെ. അതിൻ്റെ കാരണം എൻ്റെ വാപ്പായും ഉമ്മയും അധ്യാപകരായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. എന്നെ പഠിപ്പിച്ചതും അവരൊക്കെ തന്നെയാണ് സ്കൂളിലൊക്കെ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഈ അധ്യാപകരെന്ന് പറയുന്ന വർഗത്തോട് വളരെ സ്നേഹമുള്ളതാണ്. അധ്യാപകരാകാൻ ആയിട്ട്, അതായത് മറ്റാളുകളെ പഠിപ്പിക്കാൻ പോകുന്ന നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്, ഈ അധ്യാപകരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തേക്കുന്നതോളം അവരെ കോടതിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കോടതിയിലൊക്കെ മൊഴി കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവസാനം അവരെ ശാസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ അധ്യാപകർ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിന് ഒരു വലിയ കുഴപ്പമുണ്ട്. അത് നിങ്ങൾ ഇതൊന്നും മാറ്റണം നിങ്ങളുടെ മനസ്സിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, അതായത് അധ്യാപകരെ ആർക്കും കറക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ എൻ്റെ ഉമ്മായും വാപ്പായും എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്നത്, അവർ പറയുന്നതെല്ലാം ശരിയാണ് എന്നാണ് വൈപ്പ്. എല്ലാ അധ്യാപകരുടെയും മനസ്സിൽ ഒരു മാനസിക വ്യാപാരം അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളത് ആദ്യം ഇതൊന്നും മനസ്സിൽ നിന്നൊന്നും മാറ്റി വെക്കണം. ഇങ്ങനൊരു കാര്യം നമ്മൾ ജീവിക്കുമ്പോൾ, അതായത് ലൈഫ് എന്ന് പറയുന്നതാണ് എഡ്യൂക്കേഷൻ. അതാണ് ഭാട്ടിയ പറഞ്ഞേക്കുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ആൻഡ് ലൈഫ് ഈസ് എഡ്യൂക്കേഷൻ. ജീവിതമാണ് വിദ്യാഭ്യാസം, വിദ്യാഭ്യാസമാണ് ജീവിതം. കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് ജീവിതമാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. നമുക്കൊക്കെ മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുപറ്റും. ഇപ്പോൾ ഞാൻ ഈ 68-ാമത്തെ വയസ്സിൽ എനിക്ക് തെറ്റുപറ്റും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ ഒരു കറക്റ്റ് ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ, എൻ്റെ കൊച്ചുമോനാണെങ്കിലും അത് കറക്റ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കേൾക്കും, അത് കേൾക്കണം. അതിന് പകരം ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്നൊരു കാഴ്ചപ്പാട് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്.